ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും LS നേച്ചർ വേഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഹെൽത്തിയും രുചികരവുമായ ഒരു സ്വീറ്റ് കോൺ സൂപ്പ് തയ്യാറാക്കാം. സ്വീറ്റ് കോൺ സൂപ്പ് തയ്യാറാക്കാനായി ഞാനിവിടെ ഒരു 3/4 കപ്പ് സ്വീറ്റ് കോണാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ ഒരു 6 മിനിറ്റ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുത്തതാണ്. ഇതിൽ നിന്ന് നമുക്കൊരു അര കപ്പ് സ്വീറ്റ് കോൺ എടുത്തിട്ട് 3/4 കപ്പ് വെള്ളം ഒഴിച്ച് അരച്ചെടുത്തുകൊണ്ട് വരാം. ഞാൻ സ്വീറ്റ് കോൺ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്, അത് ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് ഒരു പാൻ അടുപ്പിൽ വെച്ചൊന്ന് ചൂടാക്കിയെടുക്കാം. ചൂടായ പാനിലേക്ക് ഞാൻ 1 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിലിന് പകരം ബട്ടറായാലും ഉപയോഗിക്കാം, ഉപ്പില്ലാത്ത ബട്ടർ ഉപയോഗിക്കാം. ഞാനിതിലേക്ക് 1 സ്പൂൺ വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതാണ്, ഒരു ഇഞ്ച് ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതാണ്, ഒരേ സ്പൂണാണ് രണ്ടും. ഇതൊന്ന് വഴന്ന് വരട്ടെ. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 സ്പൂൺ ക്യാരറ്റ്, ഒരു 3 സ്പൂൺ ബീൻസ് അരിഞ്ഞത്, സ്പ്രിംഗ് ഒനിയൻ 2 സ്പൂൺ സ്പ്രിംഗ് ഒനിയൻ അരിഞ്ഞതാണ്. ഇതെല്ലാം കൂടിയിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് മാറ്റി വെച്ച സ്വീറ്റ് കോൺ കൂടിയും ഇട്ട് കൊടുക്കാം. ഇതൊരു 3 മിനിറ്റ് നേരമായി വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ഞാൻ അരച്ച് കൊണ്ടുവന്ന സ്വീറ്റ് കോൺ കൂടിയും ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്കൊരു 3 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 1/4 സ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പ് ആവശ്യത്തിന് ചേർത്താൽ മതി, പിന്നെ പോരാൻ തോന്നണമെങ്കിൽ നമുക്ക് കഴിക്കുന്ന നേരത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി തിളക്കട്ടെ. ഇത് നന്നായി തിളയ്ക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. വൈറ്റ് പെപ്പറാണ് ഇട്ട് കൊടുക്കേണ്ടത്. എൻ്റെ കയ്യിൽ ബ്ലാക്ക് പെപ്പറാണുള്ളത്, അതുകൊണ്ട് ഞാൻ ബ്ലാക്ക് പെപ്പർ ഇട്ട് കൊടുക്കണം. ഇത് 5 മിനിറ്റ് നേരമായി തിളച്ച് തുടങ്ങിയിട്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1.5 സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. അതൊരു അര കപ്പ് വെള്ളത്തിൽ കലക്കിയെടുക്കാം. ഇത് സൂപ്പിനൊരു കൊഴുപ്പുണ്ടാവാനാണ് ഈ കോൺഫ്ലവർ ചേർക്കുന്നത്. ഇത് നമുക്ക് കുറച്ച് ചേർത്ത് നോക്കാം. ഞാനിതെല്ലാതും ചേർക്കുന്നുണ്ട്. 1.5 സ്പൂൺ കോൺഫ്ലോറാണ് ഞാനിതിൽ ചേർത്തത്. ഇനി ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ വിനാഗിരി ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് 1 സ്പൂൺ പഞ്ചസാരയും ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ക്രമീകരിക്കാനായിട്ട് ആണ് ഈ പഞ്ചസാര ചേർക്കുന്നത്. സൂപ്പ് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/2 സ്പൂൺ പെപ്പർ പൗഡറും കൂടി ചേർക്കുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് സൂപ്പ് സെർവിങ് ഡിഷിലേക്ക് പകർത്താം. ഞാൻ സൂപ്പ് തയ്യാറാക്കിയപ്പോൾ ഇതേപോലെയുള്ള കട്ടിയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലും ലൂസായിട്ട് സൂപ്പ് വേണമെന്നുള്ളവർ, ഞാൻ 3 കപ്പ് വെള്ളമാണ് ആദ്യം എടുത്തത്, അതിന് പകരം 4 കപ്പ് വെള്ളം എടുത്താൽ ലൂസായിട്ടുള്ള സൂപ്പ് തയ്യാറായി കിട്ടും. നമുക്ക് കുറച്ച് സ്പ്രിംഗ് ഒനിയൻ ഇട്ടിട്ട്
ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇത് എല്ലാവരും തയ്യാറാക്കി നോക്കി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.